ഹലോ നമസ്കാരം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഹോം തിയേറ്റർ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇട്ടായിരുന്നു. സോ അപ്പോൾ ഇതിൻ്റെ ഈ ഹോം തിയേറ്ററിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ, ഇതുവരെ എന്താ ചെയ്തേക്കുന്നതെന്നൊരു വീഡിയോ ഇടാമെന്ന് ഓർത്താണ്. ഇതുവരെ ഇപ്പം ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഈ റൂം ഒരു ജസ്റ്റ് ഓപ്പൺ റൂമായിരുന്നു. ഇതിനപ്പോൾ ഒരു ഡോറ്, ജസ്റ്റ് സ്ലൈഡിങ് ഡോറ് വെച്ചു. ഡോറ് സോളിഡ് വുഡാണ്. സോളിഡ് വുഡ് മീൻസ് MDF വിനീറാണ് വുഡിൻ്റെ. ജസ്റ്റ് വേറെ വൈബ്രേഷൻസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സോളിഡ് വുഡ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട് നിങ്ങൾ കേട്ടാണ്. ഇത് ഈ ജസ്റ്റ് ഒരു ഡോർ ഓപ്പണറിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ ഇതാണ്. അത് എന്തെങ്കിലും ഇതിൻ്റെ അടിയിൽ ഒരു റബ്ബർ പാഡോ എന്തെങ്കിലും കൊടുത്തത് ബ്ലോക്ക് ചെയ്യാമെന്നുള്ളൂ. വേറെ അങ്ങനെ വൈബ്രേഷൻസ് ഒന്നും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാരണം ഈ ഡോറിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ അടുത്തത് ചെയ്ത വർക്ക്, ഈ റൂം പ്ലെയിൻ വൈറ്റ് ആയിരുന്നു. ഈ റൂം മൊത്തം സൈഡ് വോൾസ് ഫ്രണ്ട് വെച്ച് റിയറും രണ്ട് സൈഡ് വോൾസും ഒരു ഡാർക്ക് ഗ്രേ പെയിൻ്റാണ്. പോട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റിൻ്റെ ഡാർക്ക് ഗ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. സീലിംഗ് ആൻഡ് ഫ്രണ്ട് വോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് ഡ്യൂലക്സിൻ്റെ തിയേറ്റർ ബ്ലാക്ക് ആണ്. പക്ഷേ ഡ്യൂലക്സിൻ്റെ തിയേറ്റർ ബ്ലാക്ക് ആ ബാച്ച് പെയിൻറ്റിൻ്റെ കുഴപ്പമായിരുന്നോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതോ സ്പ്രേ പെയിൻ്റ് ആയിരുന്നോ വേണ്ടിയിരുന്നെന്നും അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്തപ്പം അതൊരു പാച്ച് പോലെയാണ് ആദ്യം വന്നത്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 8 liters പെയിൻറ്റ് യൂസ് ചെയ്തു. സ്റ്റിൽ ആ ഒരു സ്മൂത്ത് ഫിനിഷ് എനിക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു പെയിൻറ്റ്, ഇവിടെ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത വേറൊരു കമ്പനിയുടെ പെയിൻറ്റ് മാറ്റ് ബ്ലാക്ക്. മാറ്റ് ആകുമ്പോഴത്തേക്ക് അത്രയും ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കും, റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് മാറ്റ് ബ്ലാക്ക് യൂസ് ചെയ്തത്. മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് ആ കമ്പനിയുടെ അത് അടിച്ച് അത്യാവശ്യം ഇറ്റ്സ് നോട്ട് 100% പെർഫെക്റ്റ്, ബട്ട് അത്യാവശ്യം പെർഫെക്റ്റ് ആയി കിട്ടി. ഓൾമോസ്റ്റ് 99% ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഫ്രണ്ട് ഭിത്തിയും അതുപോലെ ഞാൻ മാറ്റ് ബ്ലാക്ക് അടിച്ചു. അവിടെ കാണിക്കാൻ പറ്റാറ. സോ എൻ്റെ മോളാണ് വീഡിയോ പിടിക്കുന്നത്, അവളുടെ പേരാണ് താര. അപ്പോൾ ഫ്രണ്ട് ഭിത്തിയും മാറ്റ് ബ്ലാക്ക് അടിച്ചു. സോ ഫ്രണ്ട് ഭിത്തി ഞാൻ അങ്ങനെ അടിച്ചു എന്നേ ഉള്ളൂ. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് ഭിത്തിയിൽ സ്ക്രീൻ വരുന്ന ഫ്രണ്ട് സ്പീക്കേഴ്സ് സ്ക്രീനിൻ്റെ ബാക്കിൽ കൊടുക്കാനാണ് പ്ലാൻ ഇപ്പം. അതായത് LCR ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സ്ക്രീനിൻ്റെ ബാക്കിൽ കൊടുക്കാനാണ് ഇനി. സോ പിന്നെ അവിടെ പെറ്റ് പാനൽസ് വെച്ച് ഫ്രണ്ട് ബാക്കിയുള്ളത് എന്തായാലും മറിച്ച് കളയാനാണ്. ഞാൻ ജസ്റ്റ് ഒരു എന്തോ ബ്ലാക്ക് അവിടെയും കൂടെ അങ്ങ് അടിച്ചു കിട്ടും. ഇനിയുള്ള അതുപോലെ പിന്നെ വേറെ വർക്ക് ചെയ്ത് ഇവിടെ ഫ്ലോർ കാണിക്കാം. ഫ്ലോറിൽ ഞാൻ പുറയിലൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 22 centimeter ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പ്ലാറ്റ്ഫോം, നോർമൽ ഫ്ലോറിങ്. 2 റോ ഇവിടെ പ്ലാൻ ചെയ്യുന്നില്ല, ഒറ്റ സിംഗിൾ റോയേ ഉള്ളൂ. അതിനുള്ള ലെങ്ത്തേ ഉള്ളൂ. ഈ റൂമിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 3.8 മീറ്റർ വിഡ്ത്തും അതുപോലെ 4.7 മീറ്റർ ലെങ്ത്തുമാണ് വരുന്നത്. ഇനി ഒരു വർക്ക് ഉള്ളത് ജനൽ, അതായത് വിൻഡോസ് ഞാൻ പെർമനൻ്റ്ലി ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഈ 2 വിൻഡോസ്. അപ്പം അതിനായിട്ട് ഇവിടെ ഒരു ഫ്രെയിം ബിൽഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഡാമ്പിംഗ് മെറ്റീരിയൽ, അക്വസ്റ്റിക് ഡാമ്പിംഗ് മെറ്റീരിയൽ, അതുപോലത്തെ മെറ്റീരിയൽ പോളിഫിൽ മെറ്റീരിയലാണ്, അത് ഹൈ ഡെൻസിറ്റി. അത് ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒരു MDFൻ്റെ ഷീറ്റ് അടിച്ച് ഇത് ചെയ്യും. ഇനീഷ്യലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്ലഷ് ചെയ്ത് ഈ ലെവലിലേക്ക് ഫ്ലഷ് ചെയ്ത് ഈ ഫ്രെയിം, ഈ വിൻഡോ ഫ്രെയിമിൻ്റെ ലെവലിലേക്ക് ഫ്ലഷ് ചെയ്ത് വുഡ് പീസസ് അടിച്ചിട്ട് ഈ ഫുൾ വോൾസ്, അതായത് ഈ ഫുൾ വോൾസ് സൈഡ് വോൾസ് വേറൊരു ഫുൾ MDF ഷീറ്റ് വെച്ച് കവർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അത്രയും സൗണ്ട് അത്രയും പുറത്തേക്ക് പോകില്ല, സൗണ്ട് ഇൻസുലേഷൻ. പിന്നെ അതിൻ്റെ മുകളിൽ പെറ്റ് പാനൽസ്, ഇവിടെ ഞാൻ കുറച്ച് അക്വസ്റ്റിക് പാനൽസ് മേടിച്ചിട്ടുണ്ട്, ഡിഫ്യൂസേഴ്സും ഒക്കെ. അത് എല്ലാം വെച്ച് ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഉള്ള വർക്ക് പ്രൊജക്ടർ മേടിക്കണം. ഇനി ഒത്തിരി പണി ബാക്കിയുണ്ട്. പിന്നെ ഇതിവിടെ ഇത് കാണിച്ചു തരാം. അത് ഞാൻ ഓർത്തിരുന്ന ഒരു AV റാക്ക് മേടിച്ച് ബാക്കിലെല്ലാം സെറ്റ് ചെയ്യാനായിരുന്നു. പിന്നെ അത് എനിക്കിപ്പോഴും അറിഞ്ഞുവിടാം അതായിരുന്നു നല്ല ഇതായിരുന്നു നല്ലതെന്ന്. പിന്നെ ഇത് ഞാൻ കസ്റ്റം ബിൽഡ് ചെയ്തതാണ്. ഈ ഒരു
റാക്ക്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഇതെല്ലാം സോളിഡ് ആയിട്ടുള്ള, ഇത്ര ഹെവി ആയിട്ടുള്ള ആമ്പും കയറും ഇതിൻ്റെ അകത്ത്, ഹോൾഡ് ചെയ്തോളൂ. അത് 32 mm ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, MDF. അതുപോലെ എല്ലാ വയറുകൾ, ഇത് ഈ ഷെൽഫിൽ നിന്ന് അങ്ങ് അറ്റത്തെ ഷെൽഫ് വരെ എടുക്കാൻ എല്ലാം ഹോൾസും ഇത് CNC കട്ടിങ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ നമ്മുടെ ഹീറ്റ് കൂളിംഗ് ഫാൻസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. തിയേറ്റർ റൂമിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ലോ നോയ്സ് തിയേറ്റർ ക്യാബിനറ്റ് ഫാൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ ഗ്രൂസ് ഞാൻ അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ നാരോ ആയിട്ട് കൊടുത്തത് അതുകൊണ്ടാണ്. എയർ പുൾ ചെയ്യാനായിട്ടുള്ള ഒരു സക്ഷൻ കിട്ടും. അപ്പോൾ അത് സക്ഷൻ ഇവിടുന്ന് എയർ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ആ ഫാൻസ് പുറത്തേക്ക് തള്ളും. പിന്നെ അതുപോലെ തന്നെ ആ കൂളിംഗ് സിസ്റ്റത്തിന് ഒരു അകത്തൊരു സെൻസറും വരും. ആ സെൻസർ അപ്പം ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഫാനിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യും. ആ ഫാനിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് താഴെ കമൻറ്റിലിടാം. പിന്നെ ഇതാണ് റാക്ക്. പിന്നെ ആംപ്ലിഫയേഴ്സ് അത്യാവശ്യം ഞാൻ എല്ലാം തന്നെ മേടിച്ചു. പ്രോസസ്സർ ആർക്കാമിൻ്റെ AD41 ആണ്, പുതിയത് മേടിച്ചതാണ്. ഡെമോ പീസായിരുന്നു ഷോപ്പിൽ നിന്ന് കിട്ടിയത്. സോ അത്യാവശ്യം ഒരു കുറച്ച് പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടി. പിന്നെ വരുന്നത് ആന്തത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് A5 5 ചാനൽ ആംപ്ലിഫയേഴ്സ് 2 ഉണ്ട്. പിന്നെ ഒരു ആന്തത്തിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് A2 2 ചാനൽ ആമ്പ്. 5 ചാനൽ ആമ്പ് വരുന്നത് 180 watts പെർ ചാനൽ 8 ohms വരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 watts 4 ohms. ആന്തം A5. ആന്തം A2 വരുന്നത് 8 ohms 225 watts പെർ ചാനൽ. പിന്നെ 4 ohms 400 watts ആണെന്നാണ് എൻ്റെ ഓർമ്മ പെർ ചാനൽ. പിന്നെ സബ് ഊഫർ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന പാരാഡൈമിൻ്റെ ഒരു സ്റ്റുഡിയോ 12 എന്ന് പറയുന്ന സബ് ഊഫറാണ്. 1700 watts കണ്ടിന്യൂസ് പവർ ഉണ്ട്. അതുപോലെ തന്നെ പീക്ക് പവർ വരുന്നത് 3400 watts ആണ്. ഒത്തിരി, അതായത് അത്യാവശ്യം റൂം തന്നെ ഷെയ്ക്ക് ചെയ്യാനുള്ള പവറുണ്ട്. റൂമല്ല, ഈ വീട് തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സബ്ബാണ്. ബട്ട് ഇവൻച്വലി ഈ തിയേറ്റേഴ്സിലേക്ക് ഞാൻ ഈ സബ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്ന, പാസീവ് സബ് ആയിരിക്കും. അപ്പോൾ പാസീവ് സബ് റൺ ചെയ്യാനായിട്ട് ഞാനൊരു Yamaha PX10 ക്ലാസ് T ആംപ്ലിഫയർ, അതായത് എനിക്ക് തോന്നുന്നത് 1000 watts × 2. സോ 2 സബ് അത് ഡ്രൈവ് ചെയ്യും. പിന്നെ പതുക്കെ ഞാൻ 2 സബ് ബാക്കിലോട് ആഡ് ചെയ്യും. സോ ചാനൽസ് പ്ലാൻ ചെയ്തേക്കുന്നത് 7.4 ആണ്. അതായത് LCR വരും, ഫ്രണ്ടിൽ 3, സറൗണ്ട് 2 സൈഡിൽ നിന്ന് 2, ബാക്കിൽ 2 വരും. പിന്നെ സീലിങ്ങിൽ 4 വരും ഹൈറ്റ്. പിന്നെ വരുന്നത് സബ് ഫ്രണ്ടിൽ 2, ബാക്കിൽ 2, പാസീവ് സബ്. സ്പീക്കേഴ്സ് പ്ലാൻ ചെയ്യുന്ന ക്രിക്സിൻ്റെ സ്പീക്കേഴ്സാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. മെഗാഫോണിക്സ് സീരീസ് LCR, സറൗണ്ടും മെഗാഫോണിക്സ് സീരീസ് തന്നെയാണ് നോക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ്. അപ്പം ഞാനിനി മുമ്പോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇതിലിടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ, അല്ലെങ്കിൽ ഞാൻ എക്സ്പെർട്ടല്ല, ഹോം തിയേറ്റർ എക്സ്പെർട്ടല്ല, ഞാൻ കൂടുതലും സ്റ്റീരിയോസിലായിരുന്നു എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്റ്റീരിയോസിൽ അത്യാവശ്യം എനിക്ക് അറിയാം. സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരിൽ നിന്നായിട്ട് എൻ്റെ നോളജ് വേറെയും ആൾക്കാർക്ക് ഷെയർ ചെയ്യും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എല്ലാത്തിലും. സോ ഹോം തിയേറ്ററിൽ അത്ര എക്സ്പെർട്ടൊന്നും അല്ല, സ്റ്റിൽ എ ബിഗിനർ. സോ പലരിൽ നിന്ന് പഠിക്കുന്നതേ ഉള്ളൂ, പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ, എന്തെങ്കിലും ഞാൻ ചെയ്തിരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക, ഉപകാരമായിരിക്കും. അതുപോലെ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ നോളജ് ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഓസ്ട്രേലിയയിൽ തന്നെയുള്ളവരാണെങ്കിൽ, ഞാൻ മെൽബണിലാണ്, ഹെൽപ്പ് ചെയ്യാനും ഹാപ്പിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.